മനോജ് സിത്താര. നീയും ഞാനും എന്ന എൻ്റെ പുതിയ സിനിമയുടെ വിശേഷങ്ങളുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. നീയും ഞാനും എന്ന സിനിമയുടെ ഡയറക്ടർ AK സാജൻ സാറാണ്, പ്രൊഡ്യൂസർ സിയാദ് കോക്കർ സാറാണ്. അപ്പോൾ ഈ സിനിമയിൽ എൻ്റെ ക്യാരക്ടറിൻ്റെ പേര് ഹാഷ്മി എന്നാണ്. ഹാഷ്മിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഹാഷ്മി ഒരു മ്യൂസിക് കോളേജിൽ പഠിച്ച് മ്യൂസിക്കിൽ MA കഴിഞ്ഞൊരു കുട്ടിയാണ്. അതുകൊണ്ട് തന്നെ പാട്ടിൽ എന്തെങ്കിലും ആവാനും കച്ചേരിക്ക് പോകാനൊക്കെ ഒരുപാട് ഇഷ്ടമുള്ളൊരു ക്യാരക്ടറാണ്. പക്ഷേ അവളുടെ ലൈഫിൽ ചില സിറ്റുവേഷൻസ് കാരണം അതിനൊന്നും നടക്കാതെ മ്യൂസിക്കിനോടുള്ളൊരു ഇഷ്ടം കൊണ്ട് ഒരു മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻറ്റ്സ് സെയിൽ ചെയ്യുന്ന ഒരു ഷോപ്പിൽ സെയിൽസ് ഗേളായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ ആ കിട്ടുന്ന വരുമാനം കൊണ്ട് തൻ്റെ വീട് നോക്കുകയും അങ്ങനെ ഇരിക്കുന്ന സിറ്റുവേഷനിലേക്ക് രണ്ട് പുരുഷന്മാർ, അതായത് സിരിച്ചേട്ടനും ഷറഫ്ക്കയും ചെയ്യുന്ന ക്യാരക്ടർ ഷാനു യാക്കൂബ് എന്ന ക്യാരക്ടർ കയറി വരുന്നതും പിന്നെ ഇവരെ ബേസ് ചെയ്തിട്ടാണ് ഇതിൻ്റെ ഒരു സ്റ്റോറി മുന്നോട്ട് പോണതും. അപ്പോൾ അത്ര ഒരു ക്യാരക്ടറാണ് ഹാഷ്മി. ശരിക്കും ഷറഫ്ക്കയും ഞാനും സിരിച്ചേട്ടനും മുമ്പും സിനിമ ചെയ്തിട്ടുണ്ട്, ഹാപ്പി വെഡ്ഡിങ് എന്ന സിനിമ. അപ്പോൾ അതിനുശേഷം ഞങ്ങൾ 3 പേരും കൂടെ ഒരുമിച്ച് ചെയ്യുന്ന സിനിമയാണ് നീയും ഞാനും. ഷറഫ്ഖാനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഷറഫ്ക്ക ആദ്യമായിട്ട് നായകനായിട്ട് ചെയ്യുന്ന സിനിമയാണ്. അപ്പോൾ വില്ലനായിട്ടും കൊമേഡിയനായിട്ടൊക്കെ നമ്മൾ ഒരുപാട് ചിരിപ്പിക്കുകയും നമുക്ക് വരുത്തനിലെ വില്ലനോടൊക്കെ ഒരുപാട് ദേഷ്യം തോന്നിയിട്ടുണ്ട്. അതുപോലെ തന്നെ നീയും ഞാനിലെ നായകനോട് നിങ്ങൾക്ക് സ്നേഹം തോന്നാൻ ചാൻസ് ഉണ്ട്. കാരണം ഓൾറെഡി പിന്നെ സോങ്സും ട്രെയിലറൊക്കെ റിലീസായപ്പോൾ ഷറഫ്ഖാൻ്റെ പേരും പറഞ്ഞ് ഒരുപാട് റിവ്യൂസ് ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു റിവ്യൂസിൽ നിന്നാണ് ഞാനത് പറഞ്ഞത്. അപ്പം എനിക്ക് ലൊക്കേഷനിൽ കിട്ടിയൊരു എക്സ്പീരിയൻസ് വെച്ച് നോക്കുകയാണെങ്കിൽ ഷറഫ്ഖാൻ്റെ ക്യാരക്ടറായാലും സിരിച്ചേൻ്റെ ക്യാരക്ടറായാലും എല്ലാവരും അവർക്ക് പറ്റുന്ന രീതിയിൽ അവർ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു എന്താ പറയുക കോൺഫിഡൻസ് ഉള്ളതുകൊണ്ട് തന്നെ എന്തായാലും സിനിമ നന്നായിട്ട് വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. സെലക്ട് ചെയ്ത് ചെയ്യുന്നതാണ്, സ്റ്റോറി കേൾക്കാറുണ്ട്, നമുക്ക് നന്നായി ചെയ്യാൻ പറ്റുന്ന ഉറപ്പുള്ള ക്യാരക്ടേഴ്സ് തിരഞ്ഞെടുക്കാറുണ്ട്. നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. ടോവിനോ ചേട്ടൻ ഭയങ്കര ഡൗൺ ടു എർത്ത് ആണ്. തമാശകൾ പറയാൻ ഒരുപാട് നേരം സംസാരിക്കാനൊക്കെ ഒരുപാട് ഇഷ്ടമുള്ള വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ ലൊക്കേഷനിൽ നമുക്ക് ഒരിക്കലും ബോറടിച്ചിരിക്കേണ്ടി വരില്ല. ഫ്രീ ആയിട്ട് ഇരിക്കുകയാണെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങൾ പറഞ്ഞിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും തമാശകൾ പറഞ്ഞിട്ടോ ടോവിനോ ചേട്ടൻ കൂടെ ഉണ്ടാവും. പിന്നെ അപ്പോൾ സിനിമയെ ഒരുപാട് സ്നേഹിക്കുന്ന ഒരാളാണ് ടോവിനോ ചേട്ടൻ. അപ്പം ചെറിയ ചെറിയ കാര്യങ്ങൾ പോലും നോട്ട് ചെയ്യുകയും ഇപ്പം നമ്മൾ കൂടെ അഭിനയിക്കുമ്പോൾ നമ്മൾ ഹെൽപ്പ് ചെയ്യുകയൊക്കെ ചെയ്യുന്ന ഒരു ആൾ കൂടിയാണ് ടോവിനോ ചേട്ടൻ. നല്ലൊരു വ്യക്തി കൂടെയാണ്. കൊണ്ടുപോകാൻ ഇഷ്ടമാണ്. അപ്പം അഭിനയമാണോ ഡാൻസ് ആണെന്ന് വെച്ചാൽ രണ്ടും എനിക്ക് ഒരുപോലെയാണ്. ഡാൻസ് സ്കൂളുണ്ട് നാട്ടിൽ, കൽപ്പറ്റയിലാണ്. നവരസ എന്നാണ് സ്കൂളിൻ്റെ പേര്. അവിടെ ക്ലാസിക്കൽ ഡാൻസാണ്. ഇപ്പോൾ ഞാനില്ലാത്തതുകൊണ്ട് തന്നെ അമ്മയും മന്നീറ്റൊക്കെ ചേർന്നാണ് അവിടെ ക്ലാസ് നടത്തുന്നത്. ഞാൻ നാട്ടിലേക്ക് പോകുമ്പോൾ ഇടയ്ക്ക് പോവാറുണ്ട്. അന്ന് ക്ലാസ്സൊന്നും ഇപ്പോഴും എടുക്കാറൊന്നുമില്ല, അത് പണ്ടും അമ്മ തന്നെയാണ് എടുക്കാറ്. പക്ഷേ ഇടയ്ക്കിടയ്ക്ക് ഞാൻ ക്ലാസ്സിൽ പോകാറുണ്ട്. നാട്ടിലേക്ക് എത്തിക്കഴിഞ്ഞാൽ എന്തായാലും ക്ലാസ്സിലെ ദിവസങ്ങളിലൊക്കെ പോകാറുണ്ട്. ഇടയ്ക്ക് പറ്റുന്ന ഒരു കുറച്ച് ദിവസത്തെ ഗ്യാപ്പ് ഉണ്ടെങ്കിൽ എന്തെങ്കിലും ഐറ്റമോ അല്ലെങ്കിൽ ക്ലാസിക്കൽ എന്തെങ്കിലും പഠിപ്പിച്ചിട്ടൊക്കെ വരാറുണ്ട്. വിഷ്ണുവിൻ്റെ സപ്പോർട്ട് ഉള്ളതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ തുടർച്ചയായിട്ട് സിനിമ ചെയ്യുന്നതും. ഇപ്പോൾ ഓൾറെഡി ഒരുപാട് ഇൻ്റർവ്യൂസിൽ പറഞ്ഞിട്ടുണ്ട്, ചോദിച്ചിട്ടൊക്കെ ഉണ്ട്. വിഷ്ണുവിനെ കുറിച്ച് ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്ന ഒരാളാണ് വിഷ്ണുവേട്ടൻ. വിഷ്ണുവേട്ടനും ഈ പറഞ്ഞതുപോലെ സിനിമയെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരാളുകൂടെയാണ്. അപ്പം ആ ഒരു സപ്പോർട്ട് ഉള്ളതുകൊണ്ട് തന്നെയാണ് ഇപ്പോഴും ഞാൻ സിനിമ ചെയ്യുന്നത്. അത് ന്യൂ ഇയറിൻ്റെ അന്ന് ഞങ്ങളിങ്ങനെ പിന്നെ പുറത്ത് കറങ്ങാൻ പോകാമെന്ന് വിചാരിച്ച് പോയതാണ്. അപ്പം അന്ന് ഇങ്ങനെ അവിടുത്തെ ലൊക്കേഷനൊക്കെ കണ്ടപ്പോൾ ഫോട്ടോ എടുക്കാൻ തോന്നി, ഫോട്ടോ എടുത്തു. നിമിഷ എൻ്റെ നല്ലൊരു ഫ്രണ്ടാണ്. പ്രേക്ഷകരോട് പറയാനുള്ളത്, നിങ്ങളെല്ലാവരും ഞങ്ങളുടെ സിനിമ തിയേറ്ററിൽ പോയി തന്നെ കാണണം. TV വരും അല്ലെങ്കിൽ VCD CD ഒക്കെ ഇറങ്ങുമെന്ന് പറഞ്ഞിട്ട് ആരും വെയിറ്റ് ചെയ്യരുത് ഞങ്ങളുടെ സിനിമ. അപ്പോൾ തിയേറ്ററിൽ പോയി കാണേണ്ട ഒരു സിനിമയാണ്. ഒരു പക്ഷേ നമുക്ക് കാണുമ്പോൾ ഇത് ഞങ്ങളുടെ നാട്ടിൽ നടന്ന സിറ്റുവേഷൻസ് അല്ലേ, അല്ലെങ്കിൽ ഞങ്ങളെ വീടിൻ്റെ അടുത്തുണ്ടായിരുന്ന ആളുടെ സ്റ്റോറിയിൽ എന്നൊക്കെ ചിലപ്പോൾ തോന്നിയേക്കാം. അപ്പോൾ അത്തരം സോഷ്യൽ റെലവൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് സിനിമ ചർച്ച ചെയ്യുന്നത്. പിന്നെ ഫുൾ പാക്കഡ് ആണ്, സസ്പെൻസും ഇമോഷൻസും ഫാമിലിക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ളൊരു സിറ്റുവേഷൻസും ത്രില്ലിങ്ങും ഒക്കെ ഉള്ളൊരു ഫുൾ പാക്കഡ് ആയിട്ടുള്ള സിനിമയാണ്. അപ്പോൾ ഫാമിലിക്ക് ഒരുമിച്ചിരുന്ന് പോയി കാണാൻ പറ്റിയ സിനിമയാണ്. അതുകൊണ്ട് ആരും മിസ് ചെയ്യരുത്, ഞങ്ങളുടെ സിനിമ കാണുക.